ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കൊച്ചിയിൽ ടാക്സി മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. മെയിനായിട്ട് ഊബർ അതുപോലെ റാപ്പിഡോ തുടങ്ങിയ ആപ്പുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് യാദൃശ്ചികമായിട്ട് പെട്ടെന്നൊരു ഇൻ്റർസിറ്റി റൈഡ് അടിച്ചു. റൈഡ് എനിക്ക് മൂന്നാറിനായിരുന്നു. ഞാൻ നേരെ പോയി പിക്ക് ചെയ്തു. എറണാകുളത്ത് തന്നെ ഒരു ഹോട്ടലിലായിരുന്നു കസ്റ്റമർ ഉണ്ടായിരുന്നത്. പിക്ക് ചെയ്യാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവർ അറബ് നേഷൻസിൽ നിന്നുള്ള ആളുകളായിരുന്നു, ഒമാനീസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു അവർക്ക് മീൻസ് ഹിന്ദിയോ ഇംഗ്ലീഷോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഭാഷ അറിയാവും എന്ന് വിചാരിച്ചാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ എങ്കിൽ നിർഭാഗ്യവശാൽ അവർക്ക് അറബിക്ക് അല്ലാണ്ട് വേറെ ഒരു ഭാഷ അറിയത്തില്ലായിരുന്നു. നമുക്കറിയാവുന്ന ഒരു ഭാഷ അവർക്ക് അറിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ യാത്രയിലുടനീളം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും. ഒരു പരിധിവരെ ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ എൻജോയ് ചെയ്തു. കാരണം അവർക്ക് എന്നോട് വേറെ ഒന്നും സംസാരിക്കാനില്ലായിരുന്നു. ആകെ ഈറ്റെന്നുള്ള ഒരു വേർഡ് മാത്രം അറിയാം. അപ്പോൾ രാവിലെ മുതൽ ഈറ്റെന്ന് മാത്രം പറയാൻ വേണ്ടി മാത്രമായിരുന്നു എന്നോട് വാ തുറന്നിരുന്നത്. അപ്പോൾ വിശക്കുമ്പോൾ ഈറ്റെന്ന് പറയും. ഞാൻ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി സൈഡാക്കും, ഭക്ഷണം കഴിക്കും, പോകും. അപ്പോൾ പക്ഷേ അതിനപ്പുറത്തോട്ട് എനിക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ ഒരു 8 മണിയായപ്പം കസ്റ്റമർ എൻ്റെ കൂടത്തിൽ വന്നു. ഒരു ഹസ്ബൻഡ്, വൈഫ്, അവരുടെ 2 പിള്ളേർ, കുട്ടികൾ. ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ തോന്നിക്കുന്ന കുട്ടികളും. ഓക്കെ. എന്നിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഇവർ ഓരോ സ്ഥലങ്ങളിലും സ്റ്റോപ്പ് ചെയ്താണ് പോവുക. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പോയി ഞങ്ങളവിടെ എത്തുന്ന മീൻസ് രാവിലെ 8 മണിക്ക് ഇവിടുന്ന് റൈഡ് ആരംഭിച്ചിട്ട് ഞങ്ങൾ ഇവിടെ മൂന്നാറിലെത്തുന്നത് വൈകുന്നേരം 5 മണിയായപ്പോഴാണ്. അപ്പോൾ തന്നെ മനസ്സിലാവില്ല എത്രയധികം സമയം പോയി എന്നുള്ളത്. അപ്പം നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. കാരണം അവർ പറയുന്ന സ്ഥലങ്ങളെല്ലാം നിർത്തി കൊടുത്ത് പോവുക. കൂടുതൽ നമുക്കൊന്നും സംസാരിക്കാനില്ല, കാരണം അവർക്ക് അറിയില്ല, അവർക്ക് മനസ്സിലാകത്തില്ല നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതൊക്കെ ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. എന്താണേലും ഞാൻ അവിടെ എത്തി. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. എന്താണേലും ഞാൻ അവരെ അവിടെ എത്തിച്ചു. വൈകുന്നേരം ഒരു 4:30-5 മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തി. അവിടെ ചെല്ലുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് അവരവിടെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല എന്ന്. അപ്പം ഞാൻ ഇവിടുന്ന് ചോദിക്കുന്നുണ്ട്, റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ, ഹോട്ടലിൻ്റെ അഡ്രസ്സല്ലേ ഇടണ്ടേ, ഹോട്ടലിൻ്റെ അഡ്രസ്സിലോട്ട് ഇട്ട് വരുവാണെങ്കിൽ അങ്ങോട്ട് പോകായിരുന്നു. കാരണം അവർ ജസ്റ്റ് മൂന്നാറിന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എങ്കിലും അവർ ബുക്ക് ചെയ്ത റൂമിൻ്റെ കാര്യം പറയുമെന്ന് വിചാരിച്ചു. കാരണം പോകുന്ന വഴിക്കുന്ന മീൻസ് അവർക്ക്, ഞാൻ പറഞ്ഞില്ല, അവർക്ക് വേറെ ഭാഷയൊന്നും അറിയത്തില്ല. അതുപോലെ ഇരിക്കുന്നതുകൊണ്ട് അവരൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി. അങ്ങനെ അവിടെ എത്തി. മൂന്നാറ് കറക്റ്റ് മീൻസ് ഒരു മിഡിൽ ഭാഗത്തായിട്ട് വണ്ടി നിന്നു. കാരണം അതിൻ്റെ അപ്പുറത്ത് മീൻസ് മൂന്നാറിന്ന് മാത്രമാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് നല്ല തിരക്കിന് കിടക്കുന്നത്. അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഈ മച്ചാൻ ഫോൺ എടുത്തിട്ട് മേക്ക് മൈ ട്രിപ്പിലോ എയർ ആൻഡ് ബിയിലോ ഏതെല്ലോ ആപ്ലിക്കേഷനിൽ നോക്കുവാണ് അവിടെ റൂമിന് എത്രയാണ് റെൻ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് ഇവന് ഒമാൻ റിയാലിൽ തന്നെ ഇവന് ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ റൂമിൻ്റെ റെൻറ്റ് നോക്കുന്നു, എന്നിട്ട് ആ ഹോട്ടലിലോട്ട് പോകാൻ പറയുന്നു. അപ്പോൾ ആ ഹോട്ടലിൽ ചെന്നിട്ട് ഇവൻ, അതായത് മീൻസ് ആപ്ലിക്കേഷനിൽ, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കാണിച്ച റെൻറ്റിന് റൂം തരാൻ പറഞ്ഞ് ഇവരുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ ഹോട്ടലുകാർ ഒരിക്കലും എന്താ പറയുക, മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഹോട്ടലുകാർ ഒരിക്കലും മുൻകൂട്ടി ബുക്ക് ചെയ്യാണ്ട് റൂം കൊടുക്കത്തില്ല, ഇവൻ പറയുന്ന റേറ്റിൽ കൊടുക്കത്തില്ല. അപ്പോൾ ഇവൻ ഒമാനി റിയാൽ ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു എമൗണ്ടിൽ റൂം കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. ആദ്യത്തെ ഒരു ഹോട്ടലിൽ പോയി ഇവൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ചോദിക്കുന്നു, അവർ റൂം കൊടുക്കുന്നില്ല. കാരണം അവർ പറയുന്നത് അത് കൂടുതൽ അവിടെ റൂം റെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അവനെ കൊണ്ട് രണ്ടാമത്തെ ഹോട്ടലിൽ പോയി. രണ്ടാമത്തെ ഹോട്ടലിൽ പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഹോട്ടലിലെ ഉടമ നേരെ ഇറങ്ങി വന്നു. നേരെ ക്ലാസ്സിൽ നോക്കി, ഇവനെ നോക്കി, ഇവരെ എല്ലാവരെയും നോക്കി. എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, എടാ ഇവിടെ ഇവരെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ? അത് നീ നോക്കടാ, അവർക്കൊരു വൃത്തിയില്ല, നീ കണ്ടോ സാധനങ്ങളൊക്കെ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, പോകുന്ന വഴിക്ക് മേടിച്ച കംപ്ലീറ്റ് സാധനം, കരിക്ക്, മലര്, അങ്ങനെ ഉള്ള കരിക്കും തൊണ്ടൊക്കെ ഒരു 5-6 വണ്ടിയിൽ കിടക്കുവാണ്. കഴിച്ച സാധനങ്ങളൊന്നും പുറത്ത് കളയുന്നില്ല, എല്ലാം വണ്ടിയിൽ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ മൊത്തം സാധനങ്ങൾ വണ്ടിയെ കിടക്കും. ഇവരെന്തൊക്കെ മീൻസ് നമ്മുടെ ലൈസ് മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല, കഴിക്കാൻ വേണ്ടി മേടിച്ച എല്ലാ സാധനങ്ങളും വണ്ടിയിൽ തന്നെ കിടക്കുകയാണ്.
അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, എടാ ഇവിടെ റൂം കൊടുക്കാൻ പറ്റത്തില്ല, ഇവർക്ക് വൃത്തിയില്ല എന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ എന്നെ അയാളോട് പറയണ്ടേ? ഞാൻ പറഞ്ഞു ഓക്കെ ശരി ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഹോട്ടലാണിത്, നമുക്ക് പുറകിൽ വേണമെങ്കിൽ ഇവർക്ക് റൂം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുറകിലത്തെ റൂമിലോട്ട് ഇവരെ കൊണ്ടുപോയി. പക്ഷേ ഇവർക്ക് പറഞ്ഞ ആ റേറ്റിൽ ഉള്ള റൂം ഇല്ല എന്ന് പറഞ്ഞ് അവരവിടുന്ന് ഒഴിവായി. പിന്നെ രണ്ട് സ്ഥലത്തായി. മൂന്നാമത്തെ ഹോട്ടലിൽ ഞാൻ കയറി ചെന്നു ഇവരെയും കൊണ്ട്. അപ്പം പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഓരോ ഹോട്ടലിലും ചെല്ലുമ്പം ഇവരുടെ ലഗേജ് ഇറക്കണം. ഇവർക്ക് റൂം നിഷേധിക്കപ്പെടുമ്പം ഈ ലഗേജ് തിരിച്ചു തരണം. അതാണ് അതിൻ്റെ അത് വേറൊരു പ്രശ്നം. അങ്ങനെ മൂന്നാമത്തെ ഹോട്ടലിൽ ചെന്ന് മീൻസ് എന്നോട് ഇവർ ചോദിച്ചു, ഇവരെവിടെ നിന്നുള്ളവരാ, ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരല്ല, ഇത് അർബനേഷൻസിൽ നിന്നുള്ളവരാന്ന് പറഞ്ഞു. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഹോട്ടലിലുള്ളവർ എന്നോട് പറഞ്ഞു, ഇല്ല ഇവർക്ക് ഇവിടെ റൂം കൊടുക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഗസ്റ്റിനെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ടോ, എനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കുക ചെയ്ത്. ഒരുപക്ഷെ ഇങ്ങനെ അറബ് നേഷൻസിൽ നിന്ന് വന്നവർ ആ ഹോട്ടലിൽ ഇതിനു മുന്നേ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എന്താണേലും ആ ഒരു ഹോട്ടലിൽ അറബ് നേഷൻസിൽ നിന്നുള്ളവർക്ക്, മീൻസ് അവർ പറയുന്ന ഇൻ്റർനാഷണൽ ഗസ്റ്റിന് അവിടെ റൂം അലൗഡ് അല്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത്. എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ ഹോട്ടലിലും റൂം കിട്ടിയില്ല. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു, ഞങ്ങൾ അറബ് നേഷൻസിൽ നിന്ന് വന്നുകൊണ്ടാണോ ഇവിടെ റൂമില്ലാത്ത, മീൻസ് ആ ഒരു ദ്വയാർത്ഥത്തിൽ ആ ലേഡിക്ക് മാത്രം ചെറുതായിട്ട് ഇംഗ്ലീഷ് അറിയാം, ആവശ്യമുണ്ടെങ്കിൽ അവർ ഇച്ചിരി പറയും. അപ്പോൾ അങ്ങനെ അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല കേട്ടോ, കാരണം നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഇന്ന ഒരു ഭാഗത്തുനിന്ന് വന്നവർക്ക് റൂം നിഷേധിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അല്ല കേട്ടോ, അതങ്ങനെയല്ല, ഇവർക്ക് ഇൻ്റർനാഷണൽ ഗസ്റ്റിനെ ഇവർക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, അവർക്ക് എന്താ ലീഗൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നൈസായിട്ട് ഒഴിവാക്കി. അങ്ങനെ അവിടുന്ന് റീപാക്ക് ചെയ്ത് നാലാമത്തെ ഹോട്ടലിൽ ചെന്നു. കഴിഞ്ഞപ്പോൾ അവിടെ റൂം ഓക്കെ, നാലാമത്തെ ഹോട്ടലാണോ, അവിടെ റൂം ഓക്കെ, കയറി കണ്ടു. അവർക്ക് ഓൾമോസ്റ്റ് ഇഷ്ടപ്പെട്ടു. റേറ്റിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എങ്കിലും അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ മീൻസ് ആ ലേഡിയും 2 കുട്ടികളും റൂമിലോട്ട് പോയി. അപ്പോൾ പുള്ളിക്കാരൻ അതായപ്പോൾ മണി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മണി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മണി എക്സ്ചേഞ്ച് കുറച്ച് താഴോട്ട് പോകണം, ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. അതൊക്കെ തപ്പിപ്പിടിക്കാൻ കേട്ടോ, അറിയത്തില്ലായിരുന്നു കറക്റ്റ് സ്ഥലങ്ങൾ. അങ്ങനെ തപ്പിപ്പിടിച്ച് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെന്നു. മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നപാടെ ഹോട്ടലിൽ നിന്ന് കോള് വന്നു. ഹോട്ടലുകാർ ഇവരെ പുറത്താക്കി. അതായത് ഒരു 15 മിനിറ്റ് കൊണ്ട് ഇവരെ പിടിച്ച് വെളിയിലാക്കി. അപ്പം നേരെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ ചെന്നു. അപ്പം ഞാൻ ഹോട്ടലുകാരോട് ചോദിച്ചു എന്താ പ്രശ്നം എന്താ. അപ്പോൾ അവരെന്നോട് പറയുന്നത്, ഇവരെ ഇവിടെ നമുക്ക് പറ്റത്തില്ല, ഇവർ ഭയങ്കര ടെററാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെ കൊണ്ട്, ഇവിടെ ഒരുപാട് ഫാമിലീസ് വരുന്നതാണ്, പല പല പ്രശ്നങ്ങൾ അവർ പറയുകയാണ്. അവർ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാനിത് വീഡിയോയിൽ പറയുന്നില്ല, കാരണം അങ്ങനെ പറയുന്നത് മോശമല്ലേ. അങ്ങനെ ഞാൻ അവരെയും കൊണ്ട് 5ാമത്തെ ഹോട്ടലിലോട്ട് പോയി. അപ്പോൾ 5ാമത്തെ ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വീണ്ടും മണി എക്സ്ചേഞ്ച് സെൻറ്ററിൽ ചെന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ആദ്യം മണി എക്സ്ചേഞ്ച് സെൻറ്ററിൽ ചെന്നപ്പോൾ ഇവൻ മണി എക്സ്ചേഞ്ച് സെൻറ്ററുകാരുമായിട്ട് തോട്ടിയാക്കി. അപ്പോൾ ഇവന് എക്സ്ചേഞ്ച് റേറ്റ് കുറവാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ ഇഷ്യൂ ആക്കി. അപ്പോൾ 2ാം വട്ടം മണി എക്സ്ചേഞ്ച് ചെല്ലുമ്പോൾ ഇവൻ വൈഫിനെ പറഞ്ഞു വിട്ടു, കാരണം വേറെ അവന് ഓപ്ഷൻ ഇല്ല. അപ്പം എന്താണേലും നമ്മുടെ നാട്ടിൽ ഒരു പുറത്തുനിന്ന് വിദേശികൾ മണി എക്സ്ചേഞ്ച് സെൻറ്ററിൽ വന്നാൽ മാക്സിമം റേറ്റ് കുറച്ചല്ലേ അവർ കൊടുക്കത്തുള്ളൂ. പിന്നെ പറയുന്നതിൽ എന്താ പറയുക, പേശുന്നതിൽ കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ 2ാം വട്ടം ചെന്നപ്പോൾ ഇവൻ വൈഫിനെ മണി എക്സ്ചേഞ്ച് സെൻറ്ററിലോട്ട് വിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അവിടുത്തെ ഒരു ചെക്കനുണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ നൈസായിട്ട് എന്നോട് വന്ന് ഇങ്ങനെ പറഞ്ഞു, മണി എക്സ്ചേഞ്ച് സെൻറ്ററിൽ ഇവനും. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവനിങ്ങനെ പറഞ്ഞേ, അപ്പോൾ റേറ്റിലെ ഇഷ്യൂ കാരണമാണ് ആദ്യം തിരിച്ചു പോകുന്നതെന്ന്. അപ്പോൾ 2ാം വട്ടം ഇവൻ വൈഫിനെ പറഞ്ഞു വിട്ട് മണി ഏതായാലും എക്സ്ചേഞ്ച് ചെയ്തു. മണി എക്സ്ചേഞ്ച് ചെയ്ത് 5ാമത്തെ ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ എൻ്റെ പേയ്മെൻറ്റ്, അതായത് ഊബറിൽ കാണിച്ച ആ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഓക്കെ, ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, കാരണം ഒരുപാട് സമയം, ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണിക്കൂറോളം അഡീഷണൽ ഇവന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്തു അവിടെ മൂന്നാറിൽ എത്തുന്നിടം വരെ. അതുകൂടാണ്ട് ഓരോ ഹോട്ടലിലോട്ടും മാറി മാറി പോയത്, മണി എക്സ്ചേഞ്ചിലോട്ട് പോയ ഓട്ടങ്ങളെല്ലാം വേറെയാണ്.
പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇനിയിപ്പം നമ്മൾ ഓവർ ടൈം ചാർജ് ചെയ്തു എന്ന് പറയേണ്ടത് മാത്രമല്ല, ഞാനതിപ്പം ഓവർ ടൈമിന് വേണ്ടിയോ അതായത് കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് മീൻസ് നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈമിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാലും ഇവന് മനസ്സിലാവുമോ എന്നുള്ളത് ഒരു കാര്യം. ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും, മനസ്സിലായാൽ തന്നെ ഇവനത് തരുന്ന ഒരു ടൈപ്പ് അല്ല. അപ്പം നമുക്ക് ക്യാരക്ടർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞാനേതായാലും ചോദിച്ചൊന്നുമില്ല, ഞാൻ ക്യാഷ് ഒന്നും അഡീഷണൽ ഒന്നും ചോദിച്ചില്ല. ഇവനെ കറക്റ്റ് ആ ഊബറിൽ കാണിച്ച ക്യാഷ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഓക്കെ, അങ്ങനെ അഞ്ചാമത്തെ ഹോട്ടലിൽ ചെന്നു. അഞ്ചാമത്തെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പം റൂം കയറി കണ്ടു, റൂം ഇഷ്ടപ്പെട്ടു. അപ്പത്തേനും ഞാൻ ലഗേജ് എടുത്ത് പുറത്ത് വെച്ച് ഓക്കെ ഇവിടെയെങ്കിലും തിളയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നുണ്ടടാ ഉള്ളിൽ നിന്ന് വെട്ടിക്കൊണ്ട പന്നി വരുന്ന പോലെ ഇവന്മാർ പുറത്തോട്ട് ഇറങ്ങിയിരുന്നു. സംഭവം എന്നാന്ന് ചോദിച്ചാൽ 1000 രൂപയ്ക്ക് വേണ്ടി ഇവന് റൂം ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ് ഇവന് മറ്റേ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത്. പക്ഷേ ഹോട്ടലുകാർ പറയുന്നത് അവരുടെ സ്റ്റാൻഡേർഡ് റേറ്റ് 3000 ആണെന്ന് പറയുന്നത്. നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടലാണ്, നല്ല അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയണമായിരുന്നു. ഈ ഹോട്ടലിൽ ചെല്ലുന്ന സമയത്ത് വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്ന പാടെ ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പുറകിലത്തെ ക്ലാസ് തുറന്ന് വെച്ചിട്ട് വണ്ടിയിലുണ്ടായിരുന്ന കുട്ടി ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് വണ്ടിയെ തന്നെ ഇരുന്നിട്ട് ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ട് മൂത്രം ഒഴിക്കുക. അത് ഞാനൊന്നും പറഞ്ഞില്ല, ഞാനിങ്ങനെ ജസ്റ്റ് കണ്ട്. അപ്പത്തേനും സെക്യൂരിറ്റി ഓടി വന്നു. സെക്യൂരിറ്റി പറഞ്ഞു ഇത് പറ്റത്തില്ല എന്നും പറഞ്ഞ് സെക്യൂരിറ്റി അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി. അപ്പത്തേനും മീൻസ് അത് അവിടെ സ്പ്രെഡായി. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര മോശം കാര്യമല്ലേ. ഒരു ഹോട്ടലിൻ്റെ നമ്മൾ വണ്ടി കയറ്റിക്കൊണ്ട് ചെല്ലുന്ന അവിടെ കുട്ടികളാണ് എന്നാലും. പക്ഷേ ശരിക്കും അവസ്ഥ എന്നാന്ന് ചോദിച്ചാൽ ഈ കുട്ടികളെ ഈ പേരൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അപ്പം അങ്ങനെ എന്നിട്ട് അവർക്ക് അവിടെ റൂം അലൗഡ് ചെയ്തു കേട്ടോ, അത് വേറെ കാര്യം. എന്നിട്ട് എന്താ പറയുക, ഈ 1000 രൂപയ്ക്ക് വേണ്ടി 2000 രൂപയ്ക്ക് വേണമെന്ന് ഇവൻ ബാധിക്കുന്നു. 3000 ഇല്ലാണ്ട് റൂം തരാൻ പറ്റത്തില്ലെന്ന് ഹോട്ടലുകാർ. അവർ പറയുന്ന അവരുടെ സ്റ്റാൻഡേർഡ് റേറ്റ് അതാണ്, അതിന് കുറച്ചുകൂടെ കിട്ടൂല. ഞാൻ നോക്കുമ്പോൾ ഇവന് ഓടി വരുവാണ് വീണ്ടും വണ്ടിയെ കയറാൻ വേണ്ടി. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു സഹോദര എന്നെ ഒഴിവാക്ക്, ഞാൻ ഇനിയില്ല, ഇനി നിങ്ങൾ വേറെ വണ്ടിയും വിളിച്ച് നിങ്ങൾ കറങ്ങ് ഇതിലേക്കടെ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് ഷോർട്ടായിട്ട്. കാരണം നമുക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. എനിക്ക് 1 രൂപ പോലും ഈ 5-6 ഹോട്ടൽ കയറി ഇറങ്ങിയനോ ഇത്രയും ഡിലേ ആയതിനോ ഒന്നും എനിക്കൊരു ബെനിഫിറ്റും ഇല്ല. ഞാൻ പിന്നെ നൈസായിട്ട് അവിടുന്ന് അവനോട് സലാം പറഞ്ഞ് ഞാൻ വിട്ടു. പിന്നെ എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇനി അവനവിടെ അക്കോമഡേറ്റ് ചെയ്തോ, ഇനി അവൻ അവിടുന്ന് അടുത്ത ഹോട്ടൽ തപ്പിപ്പോയോ എന്തോ എനിക്കറിയില്ല. അതൊരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓരോരോ എക്സ്പീരിയൻസ് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെയൊക്കെ എക്സ്പീരിയൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, വള്ളി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ.